Hi, Namaste, welcome back viewers, welcome back to my channel Win Trader. ഫോറക്സ് മാർക്കറ്റിൽ ഈസി ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻറ്റേൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ഉപയോഗിച്ച് ട്രേഡ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഗോൾഡിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ മോർണിംഗിൽ ഒരു 5:45 ശേഷം മാർക്കറ്റ് ഡൗൺ തന്നെയായിരുന്നു. മോർണിംഗിൽ തന്നെ ട്രേഡ് എടുത്തു. അവിടെ നിന്ന് ഒരു 10 പോയിന്റിന് ശേഷം മാർക്കറ്റ് ഇടയ്ക്കൊന്ന് കയറാൻ നോക്കി, പക്ഷേ അവിടെ സോഫ്റ്റ്വെയർ ബൈ ട്രേഡ് കാണിച്ചില്ല. രണ്ടാമത്തെ ട്രേഡ് 3.7 അതായത് 3.7 എടുത്ത് ഇപ്പോൾ 2.7 റണ്ണിങ് ആണ്. ഇപ്പോൾ റീ എൻട്രി ലെവലും തന്നിട്ടുണ്ട്. ഇപ്പോഴും മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 10 പോയിന്റിൻ്റെ 2 ട്രേഡ് വെച്ച് മോർണിംഗിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ശേഷം മാർക്കറ്റ് ഇറങ്ങിയ സമയത്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 21 ഓഗസ്റ്റിലെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. സിമ്പിളായി ട്രേഡ് എടുക്കാവുന്ന സ്ട്രാറ്റജിയാണ്. 50 മിനിറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്ന സ്കാൽപ്പിംഗ് ആണ്. 5:15 സ്കാൽപ്പിംഗ് ആണ്. 31 വരെയൊക്കെയാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ട്രേഡ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ AUD/USD പെർഫോമൻസ് നോക്കിയാൽ കാണാം. 1 അവറിൽ നോക്കുകയാണെങ്കിൽ 2 മൂവ്സ് ആയിട്ട് മാർക്കറ്റ് ഡൗൺ തന്നെയാണ്. ഇപ്പോഴും ഡൗൺ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 1 hour 30 ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ട്രേഡ് എടുക്കാവുന്നത്. 5:15 ചെറിയ ട്രേഡുള്ള, പക്ഷെ ഒരുപാട് നേരം ചാർട്ട് ചെയ്യിക്കാതെ പെട്ടെന്ന് ട്രേഡ് എടുക്കുന്ന മെത്തേഡാണ് 5:15 ഒക്കെ. അപ്പോൾ ഇന്നലെയും സെയിം ഇതുപോലെ തന്നെയായിരുന്നു. നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ നമ്മൾ ട്രേഡ് എടുത്തത് അപ്രോക്സിമേറ്റ് 118 ട്രേഡ് പോയി 27 വരെ പോയിട്ടുണ്ട്. അവിടുന്ന് ഡിപ്പ്, അതായത് മാർക്കറ്റ് ചെറുതായിട്ട് ഇറങ്ങാൻ നോക്കി 20 വരെ പോയിട്ട് രണ്ടാമത് പിന്നെ തിരിച്ച് റെസിസ്റ്റൻസ് സ്ട്രോങ് അടിച്ച് കയറുന്നു. അവിടുന്ന് ഒറ്റ കയറ്റമായിരുന്നു മാർക്കറ്റ്. ക്ലോസിംഗ് ലെവൽ വരെ മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയായിരുന്നു. നല്ല ട്രേഡായിരുന്നു സോഫ്റ്റ്വെയർ തന്നിരുന്നത്. നല്ല ഹ്യൂജ് റിട്ടേൺ നമ്മുടെ സോഫ്റ്റ്വെയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയായി ട്രേഡ് ചെയ്യാവുന്ന മെത്തേഡ് തന്നെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ. ഇപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാവുന്ന സ്ട്രാറ്റജി തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്ത് ട്രേഡ് എടുക്കുന്ന ഇത്ര വളരെ സിമ്പിളായിട്ട് എടുക്കാം. ഇതിനകത്ത് നമുക്ക് ബൈ സെല്ല് അല്ലെങ്കിൽ ബൈ ആണെങ്കിലും സെല്ലാണെങ്കിലും നമുക്ക് ഡീറ്റെയിൽസ് സോഫ്റ്റ്വെയർ തരും. അതിൻ്റെ ഡീറ്റെയിൽസ് മുകളിലും താഴെയും കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ കൺഫർമേഷൻ ലെവൽസ് മാച്ച് ചെയ്യണം. കൺഫർമേഷൻ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻഡിൽ കളറും താഴത്തെ ലെവലും ഒരുമിച്ച് വരണം. അവിടുന്ന് നമുക്ക് കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആയി ട്രേഡ് എടുക്കാം. ഇവിടുന്ന് ഒരു ഇറക്കം വന്നിട്ട് സോഫ്റ്റ്വെയർ കൺഫർമേഷൻ തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ കുറേ നേരം സൈഡ് വേസ് നിന്നതിന് ശേഷം പിന്നെ തിരിഞ്ഞ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയതിന് ശേഷമാണ് മാർക്കറ്റ് രണ്ടാമത് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് പ്രോപ്പർ ട്രേഡ് പോയിരിക്കുന്നത്. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ ലെവൽ കുറച്ച് ഇറങ്ങിയിട്ട് വരുമ്പോൾ പിന്നെ ചെറിയൊരു കയറ്റത്തിലേ പിടിക്കാവുള്ളൂ. ഇവിടുന്ന് ചെറുതായിട്ട് കയറാൻ നോക്കി പിന്നെയാണ് ബ്രേക്ക് നടന്നിരിക്കുക. അപ്പോൾ ഇവിടെയാണ് ട്രേഡ് എടുക്കേണ്ടത് കറക്റ്റ്. അവിടുന്ന് നമുക്ക് നല്ല രീതിയിൽ 4.3 നമ്മൾ 4.44 ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഒരു 3.4 വരെ മാർക്കറ്റ് ഇറക്കുമായിരുന്നു. അത് തിരിച്ച് കയറാൻ നോക്കി, പക്ഷേ സോഫ്റ്റ് ബൈ തന്നില്ല. തിരിച്ചിറങ്ങുമെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് രണ്ടാമത് ബ്രേക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അവിടുന്നാണ് 3.7 ഇപ്പോൾ 2.6 ആണ് റണ്ണിങ്. മാർക്കറ്റ് ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ധൈര്യമായിട്ട് ആ പൊസിഷൻ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെയായിരുന്നു ഇന്നലെയും. അത് ബൈ കണ്ടിന്യൂഷൻ ആയിരുന്നു. അവിടുന്ന് ധൈര്യമായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാവുന്ന മാർക്കറ്റായിരുന്നു. ഈസി ആയിട്ട് സോഫ്റ്റ്വെയർ കറക്റ്റ് ട്രേഡ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ റിവേഴ്സ് പോകുന്ന സാഹചര്യത്തിൽ സോഫ്റ്റ്വെയർ എക്സ്ട്രാ കളർ വഴി നമുക്ക് എക്സിറ്റ് ലെവൽ കാണിച്ചു തരും. ഒരു ട്രേഡ് കഴിഞ്ഞ് അടുത്ത ട്രേഡ് നമുക്ക് റീ എൻട്രി സജഷനായിട്ട് കാണിച്ചു തരുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാവുന്ന മെത്തേഡാണ്. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ലൈവിലും ചെക്ക് ചെയ്യണമെന്ന് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.